എപ്പിക് നിഞ്ച ട്രയൽസിന് കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ട്രയൽ 1 കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഇറ്റാച്ചിയുടെ 10 വൗച്ചർ കിട്ടും. ട്രയൽ 2 ഒറോച്ചിമാരുടെ അവതാർ, ട്രയൽ 3 പെയിന്റ് ബണ്ടിൽ കേസ് അതിന്റെ വൗച്ചർ, ട്രയൽ 5 ഗ്രാൻഡ് പ്രൈസ്, പിന്നെ ആ കാർഡ്സ് ടൈറ്റിൽ കാർഡും ഫ്രീ കിട്ടുന്നുണ്ട്. ന്യൂ ഗെയിം പ്ലേ വരും, കൊളാബിന്റെ പുതിയ ഐറ്റം വരുന്നുണ്ട്. പ്ലെയിൻ അല്ല വരുന്നത്, സുസാനി വരും. ഇത് മാത്രമല്ല ഒരുപാട് പുതിയ അപ്ഡേറ്റും പറയുന്നുണ്ട്. പുതിയ തരത്തിലുള്ള എയർ ഡ്രോപ്പ്, ക്രാഫ്റ്റ് ലാൻഡിൽ മെമ്പർഷിപ്പ് വരുന്നുണ്ട്. ഗെയിമിൽ ഒരുപാട് ചേഞ്ചസ് വരും. പിന്നെ ഫ്രീ ഫയൽ കപ്പിംഗ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവരും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ഫ്രണ്ട്സ്. അതുകൊണ്ട് പറയുന്ന വീഡിയോ സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാര്യം പറയാനുണ്ട് ഫ്രണ്ട്സ്, അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്കാണെങ്കിൽ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും വീഡിയോ ചെയ്യാനായിട്ട്. വേറെ എന്തോ ആയിക്കോട്ടെ, ഒന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ലാബ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഹൈപ്പർ ബുക്ക്, ലെജൻഡറി ഔട്ട്ഫിറ്റ്, ട്രെൻഡ് പ്ലസ്, പിന്നെ ടൈലർ. അപ്പോൾ നമുക്ക് പുതിയൊരു ഐറ്റം വരുന്നുണ്ട്. ഇതാണ് കൊളാബ് സെക്ഷൻ വരുന്നുണ്ട്. ഇതിൽ കാണാൻ സാധിക്കുന്ന ഇതുവരെ ഗെയിമിലേക്ക് വന്നിട്ടുള്ള എല്ലാ കൊളാബറേഷൻ ഈവന്റ് ഇല്ലേ, അതിന് കണ്ടന്റ് ആണ് വരുന്നത്. അതായത് ബണ്ടിൽസ്, വെപ്പൺസ്, കളക്ഷൻസ്. അതുപോലെ ഏതെങ്കിലും ഒരു പ്ലെയർ വന്നിട്ടുള്ള എല്ലാ കൊളാബറേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്പെഷ്യൽ എഫക്റ്റും കാണാൻ സാധിക്കും. എടുത്തിട്ടുള്ള എല്ലാ കൊളാബറേഷനും ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയാൻ നമുക്ക് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഇല്ലേ, അതിന്റെ ഈവന്റ് മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. മോർ കൊളാബറേഷൻ കണ്ടന്റ് ഫ്രം പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ വിൽ ബി ആൾസോ. അതായത് ഭാവിയിൽ നമുക്ക് മറ്റൊരു കൊളാബറേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ മാപ്പിലെ പ്ലെയിൻ ഇല്ലേ, അത് ഇതല്ലേ. അപ്പൊ നമുക്ക് 8 ആണെങ്കിൽ നമുക്ക് ബുള്ളറ്റ് ട്രെയിൻ വന്നിരുന്നു. ബട്ട് അപ്ഡേറ്റ് കഴിയുമ്പോൾ നറുട്ടോയുടെ സാസുകയുടെ സുസാൻ ഇല്ലേ, അതിന്റെ പ്ലെയിനാണ് കേസ് വരുന്നത്. നമ്മൾ ലോബിയിൽ നിന്ന് മാപ്പിലേക്ക് ഇറങ്ങാൻ നേരം നമുക്ക് ഇതിന്റെ പ്ലെയിൻ ഇല്ലേ കേസ് ഇങ്ങനെ വരും. അപ്പൊ നമ്മൾ ഇതിന് മുകളിൽ കയറി നമുക്ക് മാപ്പിലേക്ക് ചാടാം. ഈ പ്ലെയിൻ കാണാൻ വളരെ പൊളിയാണ് കേസ്. ഇതെന്തായാലും വരികയാണെങ്കിൽ വളരെ മാസമായിരിക്കും, നമുക്ക് നല്ല ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. മാപ്പിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്ലെയിനിന്റെ ഒരു വെയിറ്റിംഗ് ലോബി ഇല്ലേ കേസ്, അത് ആയിരിക്കില്ല. നറുട്ടോ ചാപ്റ്ററിൽ ഡിസ്ട്രോയ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെയിറ്റിംഗ് ലോബി ഉണ്ട് കേസ്. അപ്പോൾ നമുക്ക് അത് ഇവിടെ കാണാൻ പറ്റും. ഇതായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് ലോബിയായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ലോബിയിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സുസാനയുടെ സൂപ്പർ റിമോട്ട് ഉണ്ട് കേസ്, നമുക്ക് ഈ സൂപ്പർ റിമോട്ടും ചെയ്യാൻ പറ്റും. അടുത്തത് നല്ലൊരു അപ്ഡേറ്റ് ആണ് കേസ്. അതായത് ഒരുപാട് പ്ലേയേഴ്സ് എയർ ഡ്രോപ്പ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അപ്ഡേറ്റ് ആണ്. നമുക്ക് അപ്ഡേറ്റ് കഴിയുമ്പോൾ ഒരു എയർ ഡ്രോപ്പ് അല്ല വരുന്നത്, നമുക്ക് അതിന് പകരം നമുക്ക് 3 എയർ ഡ്രോപ്പ് ഓഫർ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു എയർ ഡ്രോപ്പ് നമുക്ക് തിരഞ്ഞെടുക്കാം ഇതിൽ നിന്നും. അതായത് 3 വ്യത്യസ്ത തരത്തിലുള്ള എയർ ഡ്രോപ്പ് ആയിരിക്കും കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തിരഞ്ഞെടുക്കാം, സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ലാഭമുള്ള എയർ ഡ്രോപ്പ് ഏതാണോ അതെടുക്കാം. ഇത് മാത്രമല്ല നമുക്ക് യൂണിവേഴ്സൽ ടോക്കണും എവോ ടോക്കണും നമുക്ക് എയർ ഡ്രോപ്പിൽ നമുക്ക് ഉണ്ടാവും. എല്ലാവർക്കും അപ്പോൾ എവോഗൺ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എവോ ടോക്കണും യൂണിവേഴ്സൽ ടോക്കണും നമുക്ക് എയർ ഡ്രോപ്പിൽ നമുക്ക് എടുക്കാതെ ക്ലെയിം ചെയ്യാം. അതുപോലെ നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് ഇല്ലേ, ഇതിൽ നമുക്ക് വീക്ക്ലി പിന്നെ മന്ത്ലി മെമ്പർഷിപ്പ് വരികയാണ്. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീക്ക്ലി മന്ത്ലി മെമ്പർഷിപ്പ് ആണ് കേസ് വരാൻ പോകുന്നത്. അപ്പോൾ ക്രാഫ്റ്റ് ലാൻഡ് മോഡിന് മാത്രമായിട്ട് ഗരിയെ പറഞ്ഞിരിക്കുകയാണ്, ക്രാഫ്റ്റ് ലാൻഡ് മെമ്പർഷിപ്പ് നോ അവൈലബിൾ, പ്ലേസ് ക്യാൻ നൗ പർച്ചേസ് എ ക്രാഫ്റ്റ് ലാൻഡ് മെമ്പർഷിപ്പ് ടു അൺലോക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ മെമ്പേഴ്സിന് സ്പെഷ്യൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് റിവാർഡും ക്ലെയിം ചെയ്യാം. ഇപ്പോൾ ഗരിയെ സെലക്ടഡ് റീജിയനിൽ മാത്രമേ ഇത് കൊണ്ടുവരുന്നുള്ളൂ കേസ്. അപ്പോൾ നോക്കാം ഇവിടെ വരുമോ നോക്കാം ഇന്ത്യ സർവറിലോട്ട്. അതുപോലെ നമുക്ക് CSL പീക്ക് പോയിന്റ് മിഷൻ വരുന്നുണ്ട് കേസ്. അപ്പോൾ ഇത് നമുക്ക് കിട്ടുക നമുക്ക് ഇമോട്ടൊക്കെയാണ്. നമുക്ക് ആ ഒരു ഇമോട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇമോട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1500 പീക്ക് പോയിന്റ് വേണം, CS പീക്ക് പോയിന്റ്. അപ്പോഴാണ് നമുക്ക് ഈ റിമോട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് ലംബോർഗിനി അല്ലെങ്കിൽ ബൈക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈബർ മഷ്റൂം ഇല്ല കേസ് നമുക്ക് എടുക്കാം. അതുപോലെ പോർട്ടൽ ഗോ ഇല്ല കേസ്, നമുക്ക് കിടന്നിട്ട് നമുക്ക് പോർട്ടൽ അടിക്കാൻ പറ്റും. നമുക്ക് ഇപ്പോഴാണെങ്കിൽ കിടന്നിട്ട് ചെയ്യാൻ സാധിക്കില്ലല്ലോ കേസ്. അപ്പോൾ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് കിടന്നിട്ട് ഇരുന്നിട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു ലെവൽ 3 ബാക്ക് പാക്ക് പോവുകയാണ് കേസ്. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാവില്ല, ഇതിന് പകരം ഗരീനെ പുതിയ ബാക്ക് പാക്ക് കൊണ്ടുവരികയാണ്. ഇത് എന്തിനാണെന്ന് അറിയില്ല കേസ്. അപ്പോൾ ഗരീനൊക്കെ വളർത്തിട്ടുണ്ടാവുമെന്നാണ് തോന്നണേ. അപ്പോൾ നമുക്ക് ഈ ബാക്ക് പാക്ക് ഓൾഡ് ഡിസൈനൊക്കെ മാറ്റിയിട്ട് പുതിയ ഡിസൈൻ വരും. ഇവിടെ നോക്കുക, നമ്മൾ ഡൈവ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഇല്ല കേസ്, അത് കുറച്ചുകൂടി സെറ്റ് ആക്കിയിട്ടുണ്ട് ഗരീന. അപ്പോൾ നമുക്കിപ്പോൾ അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക ഗെയിം പ്ലേ എല്ലാം. പിന്നെ കസ്റ്റം മെച്ചഡിയുടെ കോഡ് ഇല്ല കേസ്, നമുക്ക് എക്സ്പയർഡ് ആവില്ല കേസ്, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് കോപ്പി ചെയ്തിട്ട് നേരെ എവിടെയെങ്കിലും ചെന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് എപ്പോഴും എല്ലാ കാലഘട്ടത്തേക്ക് നമുക്ക് ആ കോഡ് ആവശ്യം വരും. ജൂലൈ 30 OB50 അപ്ഡേറ്റ് വരും. അന്ന് തന്നെ നമുക്ക് ഇറ്റാച്ചിയുടെ അസൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ടവർ ഇവന്റ് ഉണ്ട് കേസ്, അത് നമുക്ക് വരുന്നുണ്ട്. അതേ ഫ്രണ്ട്സ്, അപ്പോൾ ടോക്കൺ ടവറിലാണ് അപ്പോൾ നമ്മുടെ ഇറ്റാച്ചിയുടെ ബണ്ടിൽ വരിക. അപ്പോൾ നമുക്ക് കൺഫേം ആയിരിക്കുകയാണ്. 30 നമുക്ക് ആദ്യത്തെ സ്പിൻ ഫ്രീ ആയിരിക്കും, ഫ്രീ സ്പിൻ ഉണ്ടാവും. ജൂലൈ 30 തന്നെ മാജിക് ക്യൂബ്സ് അപ്ഡേറ്റ് വരും. അപ്പോൾ നമുക്ക് 10 ബണ്ടിൽസ് റിമൂവ് ആവും, പുതിയ 10 ബണ്ടിൽസ് ആവും. ഏതൊക്കെ ബണ്ടിൽസ് ആണ് നമുക്ക് ഗരീന ഒഫീഷ്യലായിട്ട് അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല കേസ്. അപ്പോൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ഇതിന്റെ അപ്ഡേറ്റ് വരും. പിന്നെ ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റ്, നമുക്ക് ഒരുപാട് പുതിയ അവതാര ഫ്രീ കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഓഗസ്റ്റ് 1 പുതിയ ബൂയാ പാസ് വരും ആരംഭിക്കും. ബൂയാ പാസിന് വേണ്ടി റിംഗ് ഇവന്റ്, പിന്നെ CS-ന്റെ പുതിയ റാങ്ക് സീസൺ. ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ടീഷർട്ടിന്റെ സ്കിന്ന് കിട്ടും, AWM-ന്റെ സ്കിന്നില്ല അത് കിട്ടും. ദെൻ ഓഗസ്റ്റ് 2 പുതിയ എവോ വാൾട്ട് വരും, അതിപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ പുതിയ എവോ വാൾട്ട് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് എവോ സ്കാർ വരും. എന്തിനാണ് കൊണ്ടുവരുന്നത് ചോദിച്ചാൽ അപ്ഡേറ്റ് കഴിയുമ്പോൾ പുതിയ എവോ 2.0 സ്കാർ ഇല്ലേ അത് വരുന്നുണ്ട്. ആദ്യം പഴയ എവോ സ്കാർ തന്നിട്ട് എല്ലാവരും എടുക്കും കേസ്. അത് കഴിയുമ്പോഴായിരിക്കും ഗരീന അവന്മാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പുതിയ എവോ 2.0 സ്കാർ കൊണ്ടുവരുന്നത്. അതിന്റെ കൂടെ നമുക്ക് എവോ തോംസൺ ഉണ്ടാവും, പിന്നെ എവോ M10 കാണാൻ പറ്റും. ദെൻ ഈ ഒരു ഓറാ ഫോമിംഗ് കിഡ് ഇല്ലേ, ഇത് നമ്മുടെ ഗരീനയുടെ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ്. അത് മാത്രമല്ല ഗരീന ചോദിച്ചിരിക്കുകയാണ് ഈ കിഡായിട്ട് ഉള്ള കൊളാബറേഷൻ നിങ്ങൾക്ക് വേണം, ഏത് തരത്തിലുള്ള കൊളാബറേഷൻ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 100% കൺഫേം ആയിരിക്കുകയാണ് കേസ്. ഓറാ ഫോമിംഗ് കിഡിന്റെ ഇമോട്ടില്ല കേസ്, നമുക്ക് എന്തായാലും ഐറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇമോട്ട് വരും. നമുക്ക് എപ്പിക് നിഞ്ച ട്രയൽസിന് ഇവന്റ് ഇല്ല കേസ്, നമുക്ക് അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പുതിയ ഗെയിം പ്ലേയുടെ ഒരുപാട് അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ജൂലൈ 30 OB50 അപ്ഡേറ്റ് വരുള്ളൂ കേസ്. അപ്പോൾ നമുക്ക് ഫ്രീ ഫയർ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയായിരിക്കും. ജൂലൈ 30 ഇറ്റാച്ചിയുടെ ബണ്ടിൽ
നമുക്ക് ടോക്കൺ ടവർ ഇവന്റിൽ വരുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു ടോക്കണും വരും. ഈ ടോക്കണിന്റെ പേരാണ് ഇറ്റാച്ചി അസെൻഷൻ ടോക്കൺ. ഇതുപോലെ ഒരു വൗച്ചറും കിട്ടും ഗൈസ്. അപ്പൊ നമുക്ക് ഇത് മൂന്നെണ്ണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാം. പിന്നെ ഫ്രീ ഇവന്റിലൂടെ നമുക്ക് ഇറ്റാച്ചിയുടെ നമുക്ക് വൗച്ചർ ഉണ്ട് ഗൈസ്. നമുക്ക് കിട്ടുന്നുണ്ട് 10 ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ വേണ്ടി. ഇറ്റാച്ചിയുടെ ബണ്ടിലിന്റെ വൗച്ചർ മാത്രമല്ല ഗൈസ്. അപ്പൊ ഇതിൽ നമുക്ക് എപ്പിക് നിഞ്ച ടൈൽസിന്റെ ഇവന്റിൽ നമുക്ക് ഈ ഒരു പെയിന്റ് വൗച്ചർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പേരാണ് ഒബിറ്റോ വീൽ വൗച്ചർ. പിന്നെ മദാറ ബണ്ടിൽ എടുക്കാൻ വേണ്ടി മദാറ വീൽ വൗച്ചറും കിട്ടും. പെയിന്റ് ബണ്ടിൽ എടുക്കാൻ വേണ്ടി നമുക്ക് വരുന്ന വൗച്ചറിന്റെ പേരാണ് പെയിൻ ടെൻഡോ വീൽ വൗച്ചർ. അപ്പൊ ഇവിടെ വൗച്ചറിലൊക്കെ എല്ലാത്തിനും പേരുന്ന അവസാനം വീലിനാണ് ഗൈസ്. ഇതിനർത്ഥം നമുക്ക് വെള്ളം ഇറങ്ങിയതിലൊക്കെ ആയിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് ഈ 3 ബണ്ടിലേക്ക് വരുന്നത്. ഇപ്പൊ ഫേഡവില വരണമെങ്കിൽ അപ്പൊ നമുക്ക് വൗച്ചറിന്റെ ആവശ്യമില്ല ഗൈസ്. അപ്പൊ ഫേഡവിൽ എങ്ങനെ വൗച്ചർ ഉപയോഗിക്കുന്നത്? അതിന് പകരം വല്ല ഇലക്ട്രോയിൽ അല്ലെങ്കിൽ നമുക്ക് റെഗുലറിലേക്ക് ആയിരിക്കും വരുന്ന ഈ ബണ്ടിലല്ല. കുറച്ച് ദിവസം കഴിയാനായിട്ട് ബാക്കിയുള്ള ബണ്ടിൽസ് എങ്ങനെ വരുന്നത് നമുക്ക് കൺഫർമേഷൻ കിട്ടും ഗൈസ്. അപ്പൊ ഞാൻ അറിയിക്കാം. പിന്നെ നിഞ്ച ട്രയൽസിന് കൗണ്ട് ഡൗൺ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഗെയിം ഫ്രീ ഫയർ ജൂലൈ 30 രാവിലെ 10 മണിക്കാകുമ്പോഴേക്കും നമുക്ക് ഈ ഇവന്റ് ആരംഭിക്കും. ഗ്രാൻഡ് പ്രൈസിൽ കിട്ടുന്ന ഈ ഇവന്റിൽ ഒറോച്ചിമാരുടെ ബണ്ടിൽ, അക്കാഡ്സുകളുടെ ടൈറ്റിൽ കാർഡ് കിട്ടും. ഫ്രീ സ്പിൻ ചെയ്യാൻ വേണ്ടിയുള്ള വൗച്ചേഴ്സ്, അതുപോലെ നറൂട്ടോയുടെ എല്ലാ പേര് ഇവന്റിൽ നമുക്ക് ഫസ്റ്റ് സ്പിൻ ഫ്രീ ആയിട്ടായിരിക്കും ഗൈസ് കിട്ടുന്നത്. ജൂലൈ 30 നമ്മൾ ഗെയിം അപ്ഡേറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലോഡിംഗ് സ്ക്രീൻ വരും. അപ്പോൾ എപ്പിക് നിഞ്ച ട്രയൽസിന് കൗണ്ട് ഡൗണും സ്റ്റോപ്പ് ആവും ഗൈസ്. എന്നിട്ട് നമ്മൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെയിനില്ല ഗൈസ്. ഇതുപോലെ നമുക്ക് അനിമേഷൻ വരും. അപ്പോൾ പെയിൻ ആണെങ്കിൽ ആകാശത്തേക്ക് പറക്കുന്നത് കാണാൻ പറ്റും നമുക്ക്. എന്നിട്ട് ഹിഡൻ ലീഫിലേക്ക് ഡിസ്ട്രോയ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഇടതുഭാഗത്ത് നമുക്ക് ഡെയിലി ടാസ്ക് കാണാൻ പറ്റും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് ടോക്കൺസ് ഉണ്ട് ഗൈസ്. ക്ലെയിം ചെയ്യാം. എന്നിട്ട് ചലഞ്ച് ക്ലിക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഡിഫീറ്റ് ആകുമ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ വരും. അങ്ങനെ 5 പ്രാവശ്യം ഫെയിൽ ആയാലും തോറ്റാലും നമുക്ക് 6ാമത്തെ പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ആവും. ട്രയൽ 1 കംപ്ലീറ്റ് ആവും. ഇറ്റാച്ചി വൗച്ചർ ഇല്ല ഫ്രണ്ട്സ്. അവിടെ കൊടുത്തിരിക്കുന്നത് ട്രയൽ 1 എന്ന ഫ്രണ്ട്സ്. അതിനർത്ഥം നമ്മൾ ട്രയൽ 1 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ഇറ്റാച്ചിയുടെ വൗച്ചേഴ്സ് കിട്ടും ഫ്രീ ആയിട്ട് 10. ട്രയൽ 2 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒറോച്ചിമാരുടെ അവതാരം ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. ദെൻ നമുക്ക് ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ പെയിൻ ടെൻഡോയുടെ വൗച്ചർ ഗൈസ്. അവിടെ കൊടുത്തിരിക്കുന്നത് ട്രയൽ 3 എന്നാണ്. അതിനർത്ഥം നമുക്ക് ട്രയൽ 3 കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക പെയിന്റ് ബണ്ടിലിന്റെ വൗച്ചറാണ്. അപ്പോൾ ഇതിനർത്ഥം നമുക്ക് ആദ്യം വരുന്നത് നമുക്ക് ജൂലൈ 30 നമ്മുടെ ഇറ്റാച്ചിയുടെ ബണ്ടിലാണ് ഗൈസ്. അത് കഴിയുമ്പോൾ നമുക്ക് വരുന്നത് നമ്മുടെ പെയിന്റ് ബണ്ടിലായിരിക്കും. ട്രയൽ 4 കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് മദാറ ഉച്ചയുടെ വൗച്ചേഴ്സ് കിട്ടുക. അപ്പോൾ നമുക്ക് മദാറ ഉച്ചയുടെ ബണ്ടിൽ വരുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും. അവസാനം നമുക്ക് കിട്ടുന്ന ഒറോച്ചിമാരുടെ ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ ഒറോച്ചിമാരുടെ ബണ്ടിൽ മാത്രമല്ല ഇതിന്റെ കൂടെ നമുക്ക് എല്ലാവർക്കും തന്നെ ഒബിറ്റോയുടെ വൗച്ചർ കിട്ടുന്നുണ്ട് 10 ഫ്രീ ആയിട്ട്. കാർഡ്സുകളുടെ എബിലിറ്റി ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് എബിലിറ്റി വരുന്നുണ്ടായിരിക്കും. എബിലിറ്റി എല്ലാം നമ്മൾ യൂസ് ആക്കിയാലായിരിക്കും നമുക്ക് ആ കാർഡ്സുകളുടെ 10 കാർഡ് കിട്ടുക. അതുപോലെ സൂപ്പർ റിമോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഈ 5 ബണ്ടിൽ ക്ലെയിം ചെയ്യണം ഗൈസ്. ഈ 5 ബണ്ടിൽ എടുക്കുന്ന പ്ലേസിനായിരിക്കും ഈ സൂപ്പർ റിമോട്ട് നമുക്ക് കിട്ടുക. നമുക്ക് ഇതിന് മുകളിൽ ന്യൂ ഗെയിം പ്ലേ കാണാൻ പറ്റും ഗൈസ്. അത് ക്ലിക്ക് ചെയ്താൽ ഇതിനെ ഫ്രീ ഫയർ പറയുന്നുണ്ടായിരിക്കും നമുക്ക് സുഗിയും എങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. 6 പുതിയ സ്പെഷ്യൽ എബിലിറ്റി വരും ഗൈസ്. എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതിനെ പറയും. ഫ്രണ്ട്സ് അപ്പോൾ ഇതെല്ലാമാണ് ഗെയിമിലേക്ക് അപ്ഡേറ്റ് വരാൻ പോകുന്ന എപ്പിക് നിഞ്ച ടൈൽസിന്റെ എല്ലാ ഡീറ്റെയിൽസും. നമ്മൾ ഒരുപാട് പറഞ്ഞല്ലോ, ഒരുപാട് ലെങ്ത് ആയിരുന്നു വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ വീഡിയോ സൈനിങ് ഓഫ്.